അനധികൃതമായി നിരത്തിലിറങ്ങുന്ന ഓട്ടോകൾ പിടിച്ചുകെട്ടണം. വളാഞ്ചേരിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്ന് ഓട്ടോ ടാക്സി ലൈറ്റ് ആൻഡ് മോട്ടോർ വർക്കേഴ്സ് CITU വളാഞ്ചേരി മുനിസിപ്പൽ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ദീർഘകാലമായി തൊഴിലാളികൾ ഇത്തരം വിഷയങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും ആവശ്യം പരിഗണിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ല. പെർമിറ്റും ഫിറ്റ്നസുമില്ലാതെ നിരവധി വാഹനങ്ങൾ വളാഞ്ചേരിയിൽ നിരത്തിലോടിയിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ല. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വിശ്രമ കേന്ദ്രം, ശുചിമുറി തുടങ്ങിയ ആവശ്യങ്ങൾ നഗരസഭയോട് കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും അനുകൂലമായ ഒരു തീരുമാനവും വന്നിട്ടില്ല. ഇതിനെതിരായ ശക്തമായ സമരം ഉയർന്നുവരുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി VP സക്കീർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളത്തിൽ തന്നെ പല കോർപ്പറേഷനുകളുടെ കീഴിലും പല തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലും ഓട്ടോ തൊഴിലാളികൾക്ക് വേണ്ടി ഏറ്റവും മെച്ചപ്പെട്ട വിശ്രമ കേന്ദ്രവും ശുചിമുറിയും സൗകര്യങ്ങളും ഒരുക്കിയ നാടാണ് കേരളം. ആ കേരളത്തിലാണ് വളാഞ്ചേരി നഗരസഭയിൽ ഇവരുടെ ഏറ്റവും മോശമായ സമീപനത്തിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ഒരു നല്ല കേന്ദ്രം വിശ്രമിക്കാനോ അല്ലെങ്കിൽ ഏറ്റവും നല്ല ശുചിമുറിയോ സൗകര്യങ്ങളോ സൗജന്യമായി ഉപയോഗപ്പെടുത്താൻ ഈ 4 റോഡുകളിലും ഒരുക്കേണ്ട ബാധ്യത ഇവർക്കുണ്ട്. ഏരിയ സെക്രട്ടറി TP മൻസൂർ, പ്രസിഡന്റ് KS സക്കീർ, C വിനായകൻ, KP യാസർ, അറഫാത്ത്, PP മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. നമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.